ഗസയെ പുനർനിർമ്മിക്കുമെന്ന അറബ് ലീഗിൻ്റെ പ്രഖ്യാപനം ലോകമെങ്ങുമുള്ള മനുഷ്യസ്നേഹികൾക്ക് ആഹ്ലാദം പകരുന്നതും ഗസയിലെ 20 ലക്ഷത്തിലധികം വരുന്ന നിസ്വരായ മനുഷ്യർക്ക് പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അരക്കിട്ടുറപ്പിക്കുന്നതുമാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഗസയെ നരകതുല്യമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. മനുഷ്യ മനസാക്ഷിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാനാവാത്ത ക്രൂരകൃത്യങ്ങളാണ് ഇസ്രായേൽ ഗസയിൽ നടപ്പിലാക്കിയത്. ജനിച്ച മണ്ണിൽ ജീവിക്കാനായി പടപൊരുതുന്ന ഒരു ജനതയ്ക്ക് മേൽ ഇസ്രായേൽ പൈശാചിക ആക്രമണം നടത്തിയപ്പോൾ ചെറുത്തു നിൽക്കാനും ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരാത്തതും ലോകസമാധാനത്തിൻ്റെ മറ്റൊരു ദുരന്തമുഖമാണ്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 60,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. പാർപ്പിടം തകർന്നടിഞ്ഞവർ, രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന ജനലക്ഷങ്ങൾ, ഇതെല്ലാം ഗസയെ പ്രേതാലയമാക്കി. ഹമാസാണ് ഇസ്രായേലിനെ ആക്രമിച്ച് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത്. യുദ്ധത്തിൽ ഗസയിലെ 60% കെട്ടിടങ്ങളും വൈദ്യുതി ബന്ധവും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. 9 ലക്ഷം സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഗസയുടെ മണ്ണിൽ ഇപ്പോഴുമുണ്ട്. രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ലോകത്ത് വ്യാപാര യുദ്ധത്തിലേക്കടക്കം പ്രവേശിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഗസ ഏറ്റെടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. 20 ലക്ഷം ഗസക്കാർ അവിടം വിട്ടു പോകണമെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചത്. ട്രംപിൻ്റെ നിർദ്ദേശത്തിന് പിന്നാലെ അറബ് ലീഗ് മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. $53 ബില്യൺ ചിലവാക്കി 3 ഘട്ടങ്ങളായി ഗസയെ പുനർനിർമ്മിക്കാമെന്നതാണ് പദ്ധതി. ഇത് സർവാത്മന സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈജിപ്താണ് ഇതിനായുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഈജിപ്തിൽ നടന്നുവരുന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അറബ് ലീഗ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്താൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനരധിവാസ പാക്കേജായി ഗസയുടെ പുനർനിർമ്മാണം അടയാളപ്പെടുത്തപ്പെടും.